മക്കൾ ഒരു വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങുക, പിന്നെ തിരിച്ചു വരുന്നവരെ അയ്യോ വണ്ടി ഇടിക്കോ വണ്ടി ഇടിക്കോ വണ്ടി ഇടിക്കോ വണ്ടി ഇടിക്കോ ചെയ്യും സാർ. കാരണം ഇടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തള്ള വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു അപകടം ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്നിടത്ത് അതങ്ങനെ സംഭവിക്കും. ജോബ് 3:25 പറയുന്നത് നീ ഭയപ്പെടുന്നത് നിന്റെ മേൽ പതിക്കും എന്ന് പറയുന്ന പോലെ നീ വീട്ടിലിരുന്നുകൊണ്ട് അയ്യോ എന്റെ കുഞ്ഞ് ആക്സിഡന്റ് ആവും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അവൻ എവിടെയെങ്കിലും പോയി ആരുടെങ്കിലും നെഞ്ചത്ത് കാണും. അതിന് പകരം എന്ത് ചെയ്യണമെന്ന് അറിയാം, കുഞ്ഞുങ്ങളൊക്കെ ബൈക്കൊക്കെ എടുത്ത് ചിലപ്പോൾ സ്പീഡിലൊക്കെ ആയിരിക്കും പോകുന്നത്, ഇറങ്ങുമ്പോൾ തന്നെ എന്നൊക്കെ പറഞ്ഞായിരിക്കും കാണിക്കും. അപ്പോഴേ അമ്മയുടെ നെഞ്ചിൽ കൂടി ഒരു ഹൂ ഒക്കെ പോകും. അപ്പോൾ എന്ത് ചെയ്താൽ എന്റെ കർത്താവെ എന്റെ മകനെയും ഈ വാഹനത്തെയും എതിരെ വരുന്ന വാഹനങ്ങളൊക്കെ നിന്റെ തിരുരക്തം കൊണ്ട് മുദ്ര ചെയ്ത് കർത്താവിന്റെ സംരക്ഷണത്തിൽ സമർപ്പിക്കുന്നു, എന്റെ കുഞ്ഞിനെ നീ സംരക്ഷിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ആ വിശ്വാസത്തിൽ സൗഖ്യം എടുത്തിട്ട് നീ നിന്റെ പരിപാടിയായിട്ട് പൊക്കോളുക, വേറെ ടെൻഷനൊന്നും വേണ്ട. ഇതിൽ പോയിട്ട് സാധനം തിരിച്ചു വരുന്നതിനെ ഭക്ഷണം പോലും കഴിക്കാതെ ഉറങ്ങാതെ ടെൻഷൻ അടിച്ച് വീട്ടിലിരിക്കുന്നതാണ്. പിള്ളേർക്ക് പുറത്തു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ പോകും. പുറത്ത് പോകുമ്പോഴേ അപ്പനും അമ്മയും പുറകെ പോവുക. നമുക്ക് പൊതിയാനും നമുക്ക് സംരക്ഷിക്കാനൊക്കെ മാനുഷിക പരിമിതികളുണ്ട്, എന്നാൽ ദൈവിക സംരക്ഷണത്തിന് പരിമിതികളില്ല. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ദൈവിക സംരക്ഷണത്തിലാണ് കൊടുക്കേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവിക സംരക്ഷണത്തിൽ കൊടുത്ത് പ്രാർത്ഥിക്കാൻ ഒരു അപ്പനും അമ്മയ്ക്ക് പറ്റണം.